ഇന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുകയാണ്. ഇന്നലെ UDFന്റെ മുഴുവൻ മന്ത്രിമാരുടെയും ലിസ്റ്റ് VD സതീശൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന് തൊട്ടു മുമ്പ് ലീഗിന്റെ മന്ത്രിമാരെ സാദിഖ് അലി തങ്ങളും പ്രഖ്യാപിക്കുകയുണ്ടായി. സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ച ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്ന് PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ KM ഷാജിയും PK ബഷീറും അതുപോലെ VE അബ്ദുൽ ഗഫൂർ, N ഷംസുദ്ദീൻ എന്ന 5 പേരുകളാണ്. ഇതിൽ VE അബ്ദുൽ ഗഫൂർ ആദ്യമായി എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് മത്സരിക്കുകയും ആദ്യമായി ലീഗിന്റെ MLA ആയി കടന്നു വരികയും ചെയ്ത ലീഗ് പ്രവർത്തകർക്ക് പോലും അറിയാത്ത ഒരു പുതുമുഖമാണ്. ഇതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിന് ശേഷം ലീഗിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ലീഗിന്റെ ഉള്ളിൽ വളരെ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കാത്തതിന്റെ പേരിൽ ഒരുപാട് ലീഗ് പ്രവർത്തകർക്കും നേതാക്കൾക്കും അമർഷമുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിലധികം ഇന്നലെ നാദാപുരം ഭാഗത്തൊക്കെ പ്രകടനങ്ങൾ പോലും നടന്നു എന്നാണ് വാർത്തകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇക്കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോ ചെയ്തതിൽ പോലും ലീഗിന് 5 മന്ത്രിമാരുണ്ടാകുമെന്നും, എന്നാൽ ആ മന്ത്രിമാരുടെ ലിസ്റ്റുകൾ നാം എണ്ണുന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇത്തരത്തിൽ VE അബ്ദുൽ ഗഫൂറിന്റെ ലിസ്റ്റുകൾ പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ ബോധപൂർവം അത് ഒഴിവാക്കിയിരുന്നു. കാരണം ആദ്യമായി MLA ആയി വരുന്ന ഈ ഒരു ഗഫൂർ എന്ന വ്യക്തിയെ വെറും ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായതുകൊണ്ട് മാത്രം ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെയും ഇതിൽ സാധ്യതാ ലിസ്റ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയപ്പോഴും അത് പറയാതിരുന്നതിന്റെ കാരണം തീർച്ചയായും മുസ്ലിം ലീഗിന്റെ പക്വത, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പക്വത അറിയാവുന്നത് കൊണ്ടായിരുന്നു. പക്ഷേ നമ്മെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വന്നത്. VE അബ്ദുൽ ഗഫൂർ മന്ത്രിയാവുന്നു എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത് മുതൽ മുസ്ലിം ലീഗിലെ ഒരു പറ്റം പ്രവർത്തകരിൽ ഇത് വലിയ അമർഷമാണ് ഉണ്ടാക്കിയത്. ഒരു നിലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മുസ്ലിം ലീഗുകാരും ഞെട്ടിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഏവരും ആഗ്രഹിച്ച കോഴിക്കോട് ജില്ലയിൽ 6 സീറ്റിൽ മത്സരിച്ച് 6 സീറ്റും വിജയം കരസ്ഥമാക്കിയ മുസ്ലിം ലീഗിന്റെ ശക്തമായ ഒരു ജില്ലയായി കോഴിക്കോട് മാറിയപ്പോൾ അവിടെ നിന്ന് കോഴിക്കോട് ജില്ലക്ക് ഒരു മന്ത്രിയെ കൊടുത്തില്ല എന്ന് മാത്രമല്ല, പാറക്കൽ എന്ന് പറയുന്ന നേതാവ് വിവിധ തവണ നിയമസഭയിലേക്ക് മത്സരിക്കുകയും MLA ആയി വരികയും ചെയ്ത പാറക്കലിനെ തഴഞ്ഞത് വളരെ വലിയ മോശമായി, ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് മുസ്ലിം ലീഗ് ചെയ്തു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വിവിധ ആളുകൾ, വിവിധ എഴുത്തുകൾ പാറക്കലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാറക്കലിനെ ഒഴിവാക്കി കളഞ്ഞതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ എഴുതി വിടുകയാണ്. ഒരു സുഹൃത്ത് എഴുതി വിട്ടത്, ലീഗിന്റെ തീരുമാനങ്ങളിൽ ഇങ്ങേരുടെ പേര് ഇല്ലെങ്കിൽ ലീഗ് എടുക്കുന്ന ഏറ്റവും മോശം തീരുമാനങ്ങളിൽ ഒന്നാവും എന്നതിൽ സംശയമില്ല. 6 സീറ്റും ജയിച്ച് കോഴിക്കോട് ഒരു മന്ത്രിസ്ഥാനം നൽകേണ്ടത് ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലാത്ത കാര്യമാണ്. അതിൽ പാറക്കൽ സാഹിബ് എന്നല്ലാതെ മറ്റൊരു പേര് അസാധ്യം. കേൾക്കുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ലീഗിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാവും അത്. മറിച്ചൊരു വാർത്തക്ക് പ്രത്യാശിക്കുന്നു. പാറക്കൽ അബ്ദുള്ളയുടെ ഫോട്ടോ അതിനടിയിൽ കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സുഹൃത്ത് എഴുതിയത്. മറ്റൊരു സുഹൃത്ത് എഴുതുന്നത്, പാറക്കൽ മന്ത്രിസ്ഥാനം അർഹിക്കുന്നതിന്റെ കാരണങ്ങൾ പലതാണ്. 1, കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗ് നേടിയ ഉജ്ജ്വല വിജയം. 2, കുറ്റ്യാടി പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇടതിന്റെ സകല ദുഷ്പ്രചരണങ്ങളെയും സധൈര്യം നേരിട്ട് നേടിയ വിജയം. 3, ഒരായുസ്സിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുക്കിയ വിയർപ്പിന്റെ വില. 4, ഖത്തർ KMCCയുടെ വളർച്ചയിലും തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തല ഉയർന്നു നിൽക്കുന്ന സാമൂഹിക സേവന കേന്ദ്രങ്ങളായ CH സെന്റർ, ഡയാലിസ് സെന്ററുകൾ, ബൈത്തുറഹമകൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത സന്നദ്ധ സേവനങ്ങളുടെ തുടക്കക്കാരനും ഇന്നും അതിനായി സമയം ചിലവഴിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട നേതാവ്. 5, കോഴിക്കോട് ജില്ലയിൽ ലീഗിന് ഇന്നുള്ള ഈ ഉണർവിന് ഒരു കാരണക്കാരനും അദ്ദേഹം തന്നെ. ഏതൊരു സാധാരണ പ്രവർത്തകനും ഏത് പാതിരാത്രിക്കും നേരിട്ട് പോയി കാര്യങ്ങൾ കണ്ടു പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തെ ഒഴിവാക്കി ഗഫൂർ വരികയാണെങ്കിൽ ഇത് വിശദീകരിക്കാൻ പാർട്ടി അല്പം ബുദ്ധിമുട്ടേണ്ടി വരും തീർച്ച. ഇങ്ങനെ തുടങ്ങി നിരവധി എഴുത്തുകളാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടുതലും നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര ഭാഗങ്ങളിൽ നിന്ന്, അതായത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള എഴുത്തുകളാണ് എന്നുള്ളതാണ്. മറ്റൊരെഴുത്ത്, ഇദ്ദേഹം ലീഗ് പ്രവർത്തകനാണോ എന്നതിൽ എനിക്ക് സംശയമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ എഴുത്ത് ഇപ്രകാരമാണ്: ആരെങ്കിലും ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നാളെ പടച്ചോന്റെ സന്നിധിയിൽ സമാധാനം പറയേണ്ടി വരുന്നത് കൊണ്ട് എഴുതുകയാണ്.
ആരാണ് ഈ വി അബ്ദുൽ ഗഫൂർ? മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ, ലീഗിന്റെ രാജ്യസഭാ MP ഹാരിസ് ബീരാന്റെ പിതൃസഹോദര പുത്രൻ, PK കുഞ്ഞാലിക്കുട്ടിയുടെ കുപ്രസിദ്ധ സുഹൃത്ത് VK ബീരാന്റെ സഹോദരൻ, VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ. ഇവർക്കൊക്കെ എന്ത് ലീഗ് പാരമ്പര്യമാണുള്ളത്? മട്ടാഞ്ചേരി പണ്ട് മുതലേ ലീഗ് മത്സരിച്ച് ജയിക്കുന്ന സീറ്റായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന KM ഹംസയുടെ സ്റ്റാഫിൽ എത്തിപ്പെടും വരെ ഈ ഇബ്രാഹിം കുഞ്ഞിനെ ആരും അറിഞ്ഞിരുന്നില്ല. മുൻ അഡ്വക്കേറ്റ് ജനറലായിരുന്ന PK ബീരാനുമായി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ബന്ധം കുപ്രസിദ്ധമായിരുന്നു. അതിന്റെ കാരണം പഴയ ലീഗുകാരോട് ചോദിച്ചാൽ വ്യക്തമാകും. ആ കുഞ്ഞാലിക്കുട്ടിയുടെ കൂട്ടുകെട്ടിലൂടെയാണ് ഇബ്രാഹിം കുഞ്ഞ് ലീഗിലെത്തിപ്പെടുന്നത്. മരിക്കുന്നത് വരെ കുഞ്ഞാലിക്കുട്ടിയോട് വിശ്വസ്തത പുലർത്തിയ കുഞ്ഞ് പാലാരിവട്ടമടക്കമുള്ള കുംഭകോണങ്ങളിൽ സത്യത്തിൽ ചാവേർ മാത്രമായിരുന്നു. പെൺവാണിഭ കേസിൽ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചപ്പോൾ പകരക്കാരനായത് ലീഗിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സ്വാത്വകനായ അഹമ്മദ് കബീർ ആയിരുന്നില്ല. എത്രയോ സീനിയർ നേതാക്കളെ വെട്ടിനിരത്തിയാണ് കുഞ്ഞ് മന്ത്രിയായതെന്നത് ചരിത്രം. അധികാരമേറ്റെടുത്ത് കുഞ്ഞ് പറഞ്ഞത് പ്രസക്തമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന കുഞ്ഞിന്റെ പ്രസ്താവനയും ഒരു ചരിത്രമാണ്. VK ബീരാൻ പിന്നെയും അടങ്ങിയിരുന്നില്ല. ഹാരിസ് ബീരാൻ എന്ന മകനെ ലീഗിന്റെ ഇല്ലാ ദേശീയത്തിന്റെ നേതാവാക്കി. താമസം വിന രാജ്യസഭയിലെത്തിച്ചു. ഇബ്രാഹിം കുഞ്ഞ് മരിച്ച് അധികകാലം ആയില്ല, മകനെ MLA ആക്കി. എറണാകുളം ജില്ലയിൽ ത്യാഗോജ്ജരും നിസ്വാർത്ഥരുമായ എത്രയോ ലീഗ് നേതാക്കളെയും പ്രവർത്തകരെയും വെട്ടിനിരത്തിയാണ് VE അബ്ദുൽ ഗഫൂർ എന്ന രാഷ്ട്രീയ ബ്ലോക്ക് കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയാക്കിയത്. ഇന്നിതാ AKM അഷ്റഫ്, സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ, MA റസാഖ് മാസ്റ്റർ തുടങ്ങി 1.5 ഡസൻ നേതാക്കളെ വെട്ടിനിരത്തിയും നവാഗതനായ ഗഫൂർ മന്ത്രിസ്ഥാനത്തേക്ക് കയറുന്നു. ഒരു പാണക്കാട് സാദിഖലി തങ്ങൾക്കും അരുതെന്ന് പറയാനാകാത്ത നിലയിൽ ലീഗ് സമ്പൂർണമായി കുഞ്ഞാലിക്കുട്ടിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. സാദിഖലി തങ്ങൾ പഴയ തങ്ങന്മാരെ പോലെയല്ല, കുഞ്ഞാലിക്കുട്ടിയുടെ കളി പഴയതുപോലെ നടക്കില്ലെന്ന് സമാധാനിക്കുന്ന ലീഗുകാരോട് ഒന്നേ പറയാനുള്ളൂ: കുഞ്ഞാലിക്കുട്ടി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി പറയുന്നതേ നടക്കൂ. എന്തേ എന്ന് ചോദിക്കാൻ ഒരു തങ്ങന്മാർക്കുമാകില്ല. കാരണം തങ്ങന്മാരെ നിലക്ക് നിർത്താനുള്ള വജ്രായുധം എന്നോ കുഞ്ഞാലിക്കുട്ടി കൈവശം വെച്ചിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള വിവിധ എഴുത്തുകളാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ലീഗിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. അതായത് പാറക്കൽ അബ്ദുള്ള എന്ന KMCCയിലൂടെ മുസ്ലിം ലീഗിലെത്തിയ അതിശേധ്യനായ നേതാവ്, കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകരുടെ അഹങ്കാരം, നാദാപുരം കുറ്റ്യാടി മേഖലകളിലെ പ്രവർത്തകർ നെഞ്ചോട് അണച്ചുപിടിച്ച ഒരു നേതാവാണ് പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്നത്. എഴുത്തുകാരൻ പറഞ്ഞതുപോലെ ആർക്കും ഏത് സാധാരണക്കാരനും തൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഒരു നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് എന്ന ഒരു കാരണം മാത്രം വെച്ചുകൊണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ കൂട്ടുകെട്ടിന്റെ ബന്ധം വെച്ചുകൊണ്ടും ആദ്യമായി മുസ്ലിം ലീഗിന്റെ MLA ആയി മത്സരിച്ച് വിജയിച്ചു വരുന്ന ഈ അബ്ദുൽ ഗഫൂറിനെ, പാറക്കൽ അബ്ദുള്ളയെ പോലെ ഒരു നേതാവിനെ വെട്ടിത്തികഞ്ഞുകൊണ്ട് മന്ത്രിയാക്കിയത് ഒട്ടും ശരിയായില്ല. അത് ലീഗിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റാണ്. ഇന്നലെ പേരുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം സാദിഖലി തങ്ങൾ പറഞ്ഞത് 2.5 വർഷത്തിന് ശേഷം കോഴിക്കോട് നിന്ന് ഒരു മന്ത്രി ഉണ്ടാകുമെന്നും അത് പാറക്കൽ അബ്ദുള്ളയായിരിക്കും എന്നുമാണ്. എന്നാൽ ആരാണ് ആ 2.5 വർഷം കഴിഞ്ഞാൽ മാറിക്കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ പറയുകയില്ല എന്നാണ് സാദിഖലി തങ്ങൾ പറഞ്ഞത്. അത് ഒരുപക്ഷെ ഈ VE അബ്ദുൽ ഗഫൂർ ആയിരിക്കുമോ അല്ല മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നതിലും സംശയമുണ്ട്. ഇത്തരത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രവർത്തനങ്ങളെങ്കിൽ ഒരുപക്ഷെ VE അബ്ദുൽ ഗഫൂറിനെ അവിടെ നിർത്തി മറ്റാരെങ്കിലും മാറ്റി പാറക്കലിനെ ആക്കാനും സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം നമ്മെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പാറക്കലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കാനുള്ള മുസ്ലിം ലീഗ് തീരുമാനം എന്ന് പറയാതെ വയ്യ. PK ബഷീർ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന ഒരു വാർത്ത പലപ്പോഴും പ്രചരിച്ചിരുന്നു. അന്നൊന്നും ലീഗ് അണികൾക്ക് ഇല്ലാത്ത ഒരു വിഷമമാണ് പാറക്കലിനെ മാറ്റി നിർത്തിയപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. PK ബഷീറിന് പേഴ്സണലായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള ഒരു ബേസിക് യോഗ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിദ്യാഭ്യാസപരമായും മറ്റും അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എത്രയാണെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും അദ്ദേഹം നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രകടനവും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മന്ത്രിയാകാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ കുഞ്ഞാലിക്കുട്ടി അത്തരത്തിൽ മാറ്റി നിർത്തുകയാകും
എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന് സീതി ഹാജിയുടെ മകൻ എന്ന പരിഗണനയും നിരവധി തവണ MLA ആയി നിയമസഭയിലെത്തിയ ഒരാളെന്ന പഴയ ഒരു മുസ്ലിം ലീഗുകാരനാണെന്ന ഒരു പരിഗണനയും വെച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും അതിൽ ആർക്കും എതിർപ്പില്ലെങ്കിലും ഇത്തരത്തിൽ പാറക്കൽ അബ്ദുള്ളയെ തഴഞ്ഞ മുസ്ലിം ലീഗ് നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയായി പോയി എന്ന് പറയാതെ വയ്യ. കാരണം ഒരു തവണ കയ്യിൽ നിന്ന് പോയ CPM-ന്റെ കോട്ടയായ കുറ്റ്യാടി മണ്ഡലം വീണ്ടും പാറക്കൽ അബ്ദുള്ളയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി അദ്ദേഹം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിൽ കോഴിക്കോട് ജില്ല മുഴുവനായും UDF കൊടുങ്കാറ്റിലും പാറക്കലിന്റെയും സഹപ്രവർത്തകരുടെയും പ്രവർത്തനത്തിൽ തിരിച്ചു പിടിക്കുകയും ചെയ്തപ്പോൾ പാറക്കൽ എന്ന നേതാവിനെ തഴഞ്ഞത് മുസ്ലിം ലീഗ് പ്രവർത്തകരെ വല്ലാതെ വിഷമത്തിലാക്കി. നമുക്കറിയാം LDF കൺവീനറുടെ മണ്ഡലമായ പേരാമ്പ്ര പോലും കോഴിക്കോട് ജില്ലയുടെ ലീഗിന്റെയും UDF-ന്റെയും പ്രവർത്തനം കൊണ്ട് ഇത്തവണ മറച്ചിട്ട ഫാത്തിമ തെഹ്ലിയ അടക്കം വിജയിച്ചു വന്ന കോഴിക്കോട് ജില്ലയാണ് ഒരു മന്ത്രിസ്ഥാനം പോലും ഇല്ലാതെ ഇത്തരത്തിൽ തഴയപ്പെട്ടത്. കോഴിക്കോട് മാത്രമല്ല, ഒരുപക്ഷെ കാസർഗോഡ് നിന്നൊരു മന്ത്രിസ്ഥാനം ഉണ്ടാകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള പല ആളുകളും കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോടും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കാസർഗോഡിനെയും കോഴിക്കോടിനെയും തഴഞ്ഞുകൊണ്ട് 3 മന്ത്രിമാരാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം വന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും PK ബഷീറും മലപ്പുറത്ത് നിന്ന് മാത്രം മന്ത്രി പദവിയിലേക്ക് എത്തുകയാണ്. ഇത് മലപ്പുറത്തിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും മാത്രം പാർട്ടിയല്ല എന്നുള്ളത് മുസ്ലിം ലീഗ് നേതൃത്വം മനസ്സിലാക്കിയാൽ നന്നാവും. ഒരുപക്ഷെ തെക്കൻ കേരളത്തെ പരിഗണിക്കുന്നതിന് മുമ്പ് മലബാറിലെ തന്നെ കാസർഗോഡിനെയും കോഴിക്കോടിനെയും പരിഗണിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെയും UDF-ന്റെ മുഴുവൻ മന്ത്രിമാർക്കും ആശംസകൾ നേരുന്നു. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.